എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ഇന്ത്യ ബുക്സിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യ ബുക്സിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് തലക്കനം തീർത്ത കരുത്ത്. തലക്കനം തീർത്ത കരുത്ത് എന്നുള്ളത് അത്തിക്കൽ സുന്ദരൻ്റെ ജീവിത കഥയാണ് കേട്ടോ. എൻ്റെ കൂടെ സുന്ദരനുണ്ട്. അത്തിക്കൽ സുന്ദരൻ്റെ എന്താ പറയുക, ജീവിതത്തിലൂടെ വായനക്കാർക്ക് കടന്നു പോകാം. 140ഓളം പേജുകളുള്ള പുസ്തകമാണ്. യഥാർത്ഥത്തിലെ ഇങ്ങനൊരു പുസ്തകം എഴുതണമെന്ന് സുന്ദരന് തോന്നിയത് എപ്പോഴാണ്? എനിക്ക് പുസ്തകം എഴുതാൻ തോന്നിയത് ഞാൻ ആദ്യം മുതൽ തുടക്കം തന്നെ എൻ്റെ ജീവിതാനുഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് മുതൽ ഇതുവരെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഡയറി എഴുതുന്ന ഒരാളാണ്. കൃത്യം ഡയറി എഴുതുന്ന ആളാണ്. എത്രാം വയസ്സ് മുതൽ ഡയറി എഴുതാൻ തുടങ്ങി? ഡയറി എത്രാം വയസ്സെന്ന് ഓർമ്മയില്ല. പക്ഷേ എവിടെ പോകണോ, എവിടെ വരണോ, ആരെ കാണണമെന്നൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെയാണ്. അതുപോലെ അങ്ങനത്തെയാണ് എൻ്റെ ജീവിതം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത്രയും ഇപ്പോൾ ഒരു സാധോള ഡയറികളുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, ഒരു സാധോളം ഡയറികളുണ്ട്. അത്രയും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒഴിവാക്കി പോയ അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് വളർന്നു വരാം. അതിലേക്ക് കടക്കാം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രകടമാകുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സുന്ദരൻ്റെ അമ്മയാണ്. സുന്ദരൻ്റെ അമ്മയാണ്. ഈ അമ്മക്ക് വേണ്ടിയിട്ട് ശരിക്കും ഈ പുസ്തകം എഴുതിയത് സുന്ദരൻ അമ്മക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദാരിദ്ര്യം മറികടക്കാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ സുന്ദരൻ്റെ പ്രശ്നം ദാരിദ്ര്യം മാത്രമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ഒരു രോഗം, മഹാരോഗമോ ചെറിയ രോഗം എന്തെങ്കിലും ആവട്ടെ, രോഗം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ആകെ അടിതെറ്റി പോകും. ഏത് മനുഷ്യനും രോഗം വന്നാൽ വളരെ നിസ്സഹായനായി മാറും. പക്ഷെ സുന്ദരൻ തൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ചിലർ രോഗമെന്നല്ല, ഒരു ട്യൂമറായിരുന്നു സുന്ദരൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ രോഗം ശസ്ത്രക്രിയയിലൂടെ ഭേദമാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും സുന്ദരൻ ഒരു പുഞ്ചിരിയോടെ, ഒരു പക്ഷേ സുന്ദരൻ്റെ ജീവിതത്തിൽ സുന്ദരൻ വിനീതയെ പറ്റി പറയുന്നുണ്ട്. വിനീത സുന്ദരൻ്റെ ഭാര്യയാണ് കേട്ടോ. ഇതിൽ അമ്മ കഴിഞ്ഞാൽ എന്നല്ല, അമ്മയെപ്പോലെ തന്നെ സുന്ദരൻ പറയുന്നത് ഈ സുന്ദരൻ്റെ ഭാര്യയെക്കുറിച്ചാണ്, വിനീതയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ വിനീതയെക്കുറിച്ച് കൂടി അറിയിക്കാതെയാണ് സുന്ദരൻ തൻ്റെ രോഗത്തിൻ്റെ വിവരങ്ങൾ മറച്ചു വെക്കുന്നത്. കാരണം ഇത് ആരും അറിയണ്ട, ആരും വിഷമിക്കേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സുന്ദരൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പോറ്റി ഞങ്ങളെ 6 മക്കളെയും വളർത്തിയത്. അപ്പോൾ അന്ന് അമ്മ ഈ 6 മക്കളെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ട് അമ്മ ഞങ്ങളെ അത്രയും നെൽപ്പ് കൊയ്തും വീട് പണി ചെയ്ത് ഞങ്ങളെ അമ്മ വളർത്തി. അപ്പോൾ എൻ്റെ രോഗം എൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ 3 ആൾ ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കും. അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ച്. അപ്പോൾ അങ്ങനെ ഭാര്യ അറിയുന്ന അവസാനം ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഈ പൊതുജനം അറിയുന്ന ഏഷ്യാനെറ്റ് കണ്ണാടിയിൽ വന്നിട്ടാണ് ഈ രോഗം അറിയുന്നത്. അപ്പോഴാണ് എൻ്റെ ഗൾഫിൽ എൻ്റെ സുഹൃത്തുക്കളും മറ്റവർക്ക് എന്നെ വിളിക്കുന്നത്. എൻ്റെ സ്കൂളിൽ പഠിച്ച മോഹനസുന്ദരനാണ് എൻ്റെ പേര്, വിദ്യാലയത്തിലുണ്ട്. അപ്പോൾ മോഹനസുന്ദരൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നും പറ്റിയില്ല, പ്രശ്നമാക്കണ്ട, അതൊക്കെ നമുക്ക് അങ്ങനെ പോകും. അന്ന് മുതൽ ഈ രോഗം അറിഞ്ഞ മുതൽ ഞാൻ രാമമന്ത്രത്തിന് ഏറ്റെടുത്തു. ആ രാമമന്ത്രമാണ് എന്നെ ഇന്നും കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ ഈ ബുക്ക് എഴുതാനുള്ള കാരണം, ഞാൻ പിന്നെ ഇപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് ആസ്മയും വന്നു. ആസ്മ പിടിപെട്ട് മിംസിലൊക്കെ കിടന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഞാൻ ആ രോഗത്തിന് പുഞ്ചിരിയോടെ അതിൻ്റെ ജീവിത കഥയാക്കി മാറ്റി. ഇത് തന്നെയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് വളർന്ന ആളുകൾ ചെയ്യേണ്ടത്, രോഗങ്ങൾ പിടിപെടുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെ കഴിഞ്ഞ കാലത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇന്ന് വരുന്ന രോഗങ്ങളൊന്നുമല്ല. കാരണം ഞാൻ അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ബുക്കിൻ്റെ തുടക്കം. സുന്ദരൻ ഏതായാലും ഇങ്ങനെയൊരു പുസ്തകം എഴുതി, ഇതിലൂടെ പ്രധാനമായിട്ടും എന്ത് സന്ദേശമാണ് വായനക്കാർക്ക് കൊടുക്കാൻ വേണ്ടി? ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുന്ദരൻ്റെ ഒരു ജീവിത കഥ ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാവും. 140 പേജുള്ള. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വായനക്കാർ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന എന്ത് കാര്യമാണ്? ഒന്ന്, പാവപ്പെട്ട ഒരു കുടുംബത്തിൽ വളർന്നു വന്ന നമ്മൾ പല പ്രകൃതി വിരുദ്ധ പ്രവർത്തനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മദ്യപാനം എല്ലാ ആളുകളും പല ഇതിൽ കൂടെയാണ് വളർന്നു പോകുന്നത്.
അപ്പം നമ്മളെ എന്തുകൊണ്ട് മറ്റുള്ള രീതിയിൽ കടന്നു പോയില്ല. പക്ഷെ നമ്മളെ അമ്മ വളർത്തിയത് ആ ഓർമ്മ നമ്മളുണ്ട്. പിന്നെ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും നമ്മൾ ഇന്നും മനസ്സിലുണ്ട്. പിന്നെ മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് പാത്രങ്ങൾ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടുപറ്റുന്നു. അതൊക്കെ നമ്മളെല്ലാം നമ്മൾ മനസ്സ് ഹൃദയത്തിലേക്ക് ഏറ്റുപിടിച്ചെടുക്കുന്നു. ഈ കാലം വരെ മദ്യപാനോ ഒരു പുകവലിയോ വലിക്കാതെ നമ്മൾ കടന്നു പോയത് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ആളുകൾ എന്തുകൊണ്ട് മറ്റുള്ള മേഖലയിൽ കടന്നു പോകാതെ നല്ലൊരു ഉദ്യോഗ സ്ഥാപനത്തിൽ എത്തിപ്പെട്ടു. അത് എന്നെപ്പോലെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇന്നെക്കാളും മേലേക്ക് ഉയർന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തെക്കാൾ സമ്പത്തിനേക്കാൾ ഒക്കെ വേണ്ടത് നമ്മുടെ ഒരു ജീവിത വിശുദ്ധിയാണ് അല്ലേ? അത് മറന്നു പോകണം. ഇതിൽ തന്നെ സുന്ദരൻ പറയുന്നുണ്ട്, സുന്ദറിന്റെ കൂടെയൊക്കെ ഒരുപാട് വന്ന മണി എന്നിട്ടാണ് പേര്, മദ്യപാനം കൊണ്ട് മരിച്ചു. അയാൾ മദ്യപാനം കൊണ്ട് മരിച്ചതല്ല, അയാൾ മദ്യപാനി ആയിരുന്നു. പക്ഷെ അയാള് മരിച്ചുപോയൊരു കാര്യം പറയുന്നു. അങ്ങനെ പറയുന്നു. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മരണങ്ങൾ കണ്ടിട്ട് ഒരു ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കിയ ആളാണ് സുന്ദരൻ. പുതിയ ജനറേഷനോട്, പുതിയ തലമുറയോട്, സുന്ദരൻ്റെ 2 മക്കള്, അവരുടെ പേരക്കുട്ടികൾ, ഈ ഒരു പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയ തലമുറയോട് സുന്ദരൻ എന്താ പറയുക? പുതിയ തലമുറ നമ്മളെ മക്കൾക്ക് തന്നെ ഇന്നിപ്പോ അച്ഛനെയും അമ്മയും വേണ്ട. കാരണം നമ്മളെത്രയൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ആ പിന്നെ നമ്മളെ വിജയം, അതുപോലെ തന്നെ നമ്മളെ കെട്ടിപ്പടുത്ത് ചെയ്യുക, നമ്മളെ ഈ സാമ്പത്തിക രംഗത്തും ഒക്കെ ചെറുതൊന്നും ഒന്നുമില്ലാതെ ഇത് ഞാൻ ബുക്കിൽ തന്നെ പറയുന്നു. 5 രൂപ തന്നെ 10 രൂപ തന്നെ ആവുന്നു. ആ 10 രൂപ ആളിൽ അവരെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആളെ മകന് 14 രൂപ ഞാൻ ലോൺ നമ്മളെ സഹായിച്ച ആൾക്കാരെ ഞാൻ അവര് ഒരാളെ അയാളെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ സഹായിക്കും. അദ്ദേഹത്തിന്റെ അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ SI ഇരിക്കുമ്പോഴാണ് ലക്ഷദ്വീപിൽ മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പണി തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ കഴിയാത്ത വന്ന സമയത്ത് എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ അന്ന് മുരളി മനോജ് ജോഷിനെ കണ്ട് അത് പിന്നെ അദ്ദേഹത്തിന് ജോലി വാങ്ങിക്കൊടുക്കാൻ RSSന്റെ അതെ അവരെ ഞാനാണ് തൊഴിലെത്തി വളർത്തി കുട്ടിയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ മരിച്ചു പോയാലും നമ്മൾ ആ സ്നേഹം. പക്ഷെ പുതിയ തലമുറ ആ രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അല്ലേ? അപ്പോൾ പുതിയ തലമുറകൾ പറയാനുള്ളതാണ്, മറക്കരുത് അമ്മയെ അച്ഛനെ നമ്മളെ സഹായിച്ചത് അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുന്ദരൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ. മറ്റൊന്ന് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്, നമ്മൾ സാധാരണ ഇപ്പോഴത്തെ കുടുംബങ്ങളിലൊക്കെ എന്താ പറയുക, സ്വന്തം അമ്മയും മക്കളും തമ്മിൽ ഭയങ്കര കലഹമായിരിക്കും അല്ലെ, തർക്കങ്ങളായിരിക്കും. സഹോദരനും തമ്മിൽ തർക്കങ്ങളായിരിക്കും. കുടുംബക്കാരൊക്കെ തമ്മിൽ മിക്കവാറും വീടുകളിലൊക്കെയാണ്. പുറമെ കാണുമ്പോൾ ഒക്കെ ചിരിച്ച് കളിക്കെങ്കിലും ഇവരുടെ ഒക്കെ ഉള്ളിൽ പരസ്പരം വിദ്വേഷിക്കണം. പക്ഷെ സുന്ദരനെ സംബന്ധിച്ചിടത്തോളം സുന്ദരന്റെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഭാര്യയുടെ അനിയത്തി അല്ലെ, ഭാര്യയുടെ അനിയത്തിയുടെ വീട്ടുകാര് എന്ന് പറഞ്ഞാൽ സുന്ദരനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സുന്ദരനുമായിട്ടുള്ള ആ ഒരു കുടുംബ ബന്ധം എന്ന് പറയുന്നത് അയൽക്കാര്, കുടുംബക്കാർ, എല്ലാവരും സുന്ദരൻ ശരിക്ക് ശത്രുക്കളില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ കടന്നു പോകുമ്പോൾ സുന്ദരന് ചെറിയൊരു ദേഷ്യം തോന്നുന്ന ഒരാൾ ഈ വായിച്ച് മനസ്സിലാവുമ്പോ ചെറിയൊരു ദേഷ്യം തോന്നിയ സംഭവം എനിക്ക് തോന്നുന്നത്, അമ്മയെ, സീത എന്ന് പറഞ്ഞ അമ്മയെ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി സീത എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. സ്വന്തം അമ്മയെ ഒരു ചെറിയ കുട്ടി ഒട്ടും ബഹുമാനിക്കാതെ സീത എന്ന് വിളിക്കുമ്പോൾ സുന്ദരന് കുറച്ച് ദേഷ്യം വരുന്നു. സുന്ദരൻ ആ കുട്ടിയുടെ അച്ഛനെ പേരിട്ട് വിളിക്കുന്നു അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ അമ്മയെ ഒരാള് മോശമായി പെരുമാറുമ്പോണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു ദേഷ്യ, അത് മാത്രമേ ഈ പുസ്തകത്തിൽ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി സുന്ദരനെ സംബന്ധിച്ചുള്ള ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ലോകത്തിന്റെ ചരിത്രം നമ്മളിരിക്കുന്നത് സുന്ദരൻ ചെറുപ്പകാലത്ത്, സുന്ദരന്റെ ഒരു ജീവിതം തുടങ്ങിയ കാലത്ത്, ജീവിതത്തോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സുന്ദരൻ നടന്നുപോയ വഴികളാണ് നമുക്ക് ഈ മുമ്പിൽ കാണുന്നത്. ഈ ചായപ്പീടിക ഉൾപ്പെടെയുള്ള ഗോവിന്ദപുരമാണ് ഈ സ്ഥലം. പഴയനാടിനോട് തൊട്ടടുത്തുള്ള ഈ സ്ഥലം ഗോവിന്ദപുരം ജംഗ്ഷൻ. ഇവിടെ പോയി ഇരിക്കുമ്പോഴേ സുന്ദരന്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പിന്നെ പഴയ കാലത്തുള്ള പിന്നെ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ ഇരുന്നാണ് ഈ ജംഗ്ഷനിൽ ഇരുന്ന് ഞാൻ പടക്കച്ച് പാട്ട് വരാം. അതുപോലെ തന്നെ
പിന്നെ മുടി വെട്ടാൻ വേണ്ടി ലാരം പിടിക്കേണ്ട തല അപ്പോൾ ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ആ അതെ അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ജംഗ്ഷനിലാണ് നമ്മൾ പിന്നെ വളർന്ന് പിന്നെ വരുന്നത്. ഈ മൂന്നൽ UP സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. ആ സ്കൂൾ ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അതാ നോക്കിയെടുത്താണ് എവിടെയാണ് പഠിച്ചത്? UP സ്കൂൾ. പറഞ്ഞ സ്കൂളിൽ 9 പറയഞ്ചേരി സ്കൂളിലാണ് 9ാം ക്ലാസ് വരെ. ഇവിടെ UP ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത്? ഇവിടെ അന്ന് ബാബർ ഷാപ്പ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് ഓഫീസിന്റെ പിന്നെ ബിൽഡിങ്, ഒരു പാർട്ടി ഓഫീസ്, മസാല പീടിയ, കുറേ സാധനങ്ങളൊക്കെ കുറേ പൊളിച്ചു പോയി. നല്ലൊരു ജംഗ്ഷനിൽ പണ്ടത്തെ അതൊക്കെ മാറിപ്പോയി. ഇത് ഈ ഒരു പരിസരവുമായ ഓർമ്മ നമുക്ക് വരുന്നത് ഏതാണ്ട് എത്ര പ്രായമുള്ളപ്പോഴാണ്? എന്നാലും ഈ സ്കൂളിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് ചേർത്ത? അല്ല 1ാം ക്ലാസ് ഒന്നുമല്ല. 1ാം ക്ലാസ് ചേർന്നതിന് മുന്നേ ഞാൻ പഠിക്കുന്ന ഒരു പാട്ടുപാടി തുടങ്ങി. 8ാം ക്ലാസ്സിലാണ് എന്നെ പഠിക്കുന്നത്. ഈ കുട്ടിക്കാലം ഇവിടെയാണ്, ഈ ഒരു പരിസരത്താണ്. കുട്ടിക്കാലവും ദാരിദ്ര്യവും അതിന്റെ കൂടെ ഒരു രോഗത്തിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ ജീവിതത്തോട് ഇങ്ങനെ ഏറ്റുമുട്ടി വരുന്ന കാലത്തെ സുന്ദരന്റെ ജീവിതത്തിലേക്ക് സഹായവുമായി കടന്നു വന്ന മനുഷ്യർ ചെറുപ്രായത്തിലേക്ക് കടന്നു വന്നെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ചെറുപ്രായത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളെ പാട്ടുപാടി വളർന്ന കാലം. അതെ ഗോവിന്ദപുരം ജംഗ്ഷനാണ്. അവിടെ നമ്മളെ പിന്നെ അതിൽ നിന്ന് അത് കൈപ്പൊടിച്ചു. പിന്നെ മാനേരി പറമ്പിലെ ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ലക്ഷദ്വീപിലെ പോലീസാണ്. അദ്ദേഹം പറഞ്ഞു ഇനി പാട്ട് പാടാൻ പോകുന്നത് ഈ മാനേരി പറമ്പിലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുക, അവിടുന്ന് കുളിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ അവിടുത്തെ ഒരു വഴിത്തിരിവ്. അതായത് പാട്ടുപാടി എന്താ പറയാ കുറച്ച് കാശൊക്കെ നേടിയെടുക്കുന്ന ഒരു സംഭവത്തിന് ശേഷം ശരിക്കും ജോലി എടുക്കാനുള്ള ഒരു ശ്രമം അല്ലേ? ചെറിയ കുട്ടി എന്നൊക്കെ വീട്ടു സാധനം മേടിച്ചു കൊടുക്കുക, ആ പണം കൃത്യമായിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കും. ഗോവിന്ദപുരത്ത് ശങ്കരൻ വൈദ്യർ എന്നൊരു ആളുണ്ട്. ആ വൈദ്യർ വീട്ടിലൊക്കെ അമ്മ പണിയെടുത്ത സ്ഥലം. അവിടെ ഞാൻ കൃത്യമായിട്ട് സാധനം ബാക്കി പൈസ കടലാസും കൊടുക്കും. അവരിട്ട പേരാണ് സുന്ദരന് പകരം മോഹന സുന്ദരൻ. അല്ല അങ്ങനെ പുസ്തകത്തിൽ പറയുന്നത് അല്ലേ? സുന്ദരന്റെ പേര് ശരിക്കും മോഹന സുന്ദരൻ എന്നാണ് സ്കൂളിൽ കൊടുത്തത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അവിടെ അമ്മ ഇനീഷ്യലി തെറ്റായി കൊടുക്കുന്നുണ്ട്. കെ സുന്ദരനാണ് ശരിക്കും. അത്തിക്കൽ സുന്ദരൻ, കെ സുന്ദരൻ എന്നുള്ളത് അമ്മക്കറിയില്ല. അമ്മനോട് കാവിൽക്കോട്ടയാണ്. കാവിൽക്കോട്ട എന്നുള്ളതിന്റെ കെ വന്നു അല്ലേ? ശരി, കാവിൽക്കോട്ട എന്നുള്ള സ്ഥലമാണ്. അപ്പൊ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരിലാണ് ഇപ്പൊ സുന്ദരൻ അറിയപ്പെടുന്നത്. പിന്നീട് അത്തിക്കൽ സുന്ദരൻ മാറ്റി. ഇല്ല, ഇപ്പോഴും കെ സുന്ദരൻ തന്നെയാണ്. അത് മാറ്റി കിട്ടിയ പെൻഷൻ വരെ കിട്ടിയില്ല. മോഹന സുന്ദരൻ എന്നുള്ള പേരുള്ളതിനെ കൊണ്ടും ആധാറിലൊക്കെ നമ്മൾ സുന്ദരനായിട്ട് ഇവിടെ സുന്ദരനായിട്ട് നമ്മൾ വളർന്നതിനെ കൊണ്ട്. അപ്പൊ ശരിക്കും നമുക്കൊരു ഇനീഷ്യൽ പോലും തെറ്റിപ്പോയി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമ്മക്ക് അതിനുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലായിരുന്നു. അങ്ങനെയാണ് സുന്ദരൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെ? ഭാര്യ SSLC പാസ്സാകണം, അതായിരുന്നു ഏക ഡിമാൻഡ്. അതെന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് ഏട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ അവന് സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കല്യാണം പറഞ്ഞ ഡേറ്റിന് പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഗോവിന്ദപുരത്ത് മൈലാമ്പാടി ഭാഗത്ത് സൈക്കിൾ ഒക്കെ വന്നത്. അത് മൈലാമ്പാടി ഭാഗത്ത് സൈക്കിൾ ഷോപ്പാണ്. അങ്ങനെ ഗോവിന്ദപുരത്ത് നിന്ന് മൈലാമ്പാടിയിലേക്ക് അവിടെ സൈക്കിൾ ഷോപ്പാണ്. അങ്ങനെ അവന് സാമ്പത്തികമായിട്ട് നടക്കാത്തതിനെ കൊണ്ട് പലകടിച്ച് വീടായിരുന്നു. അങ്ങനെ കല്യാണം നീട്ടിപ്പോയി. അപ്പോൾ ഓരോ പിന്നെ 6 മാസം കൂടെ കൊടുക്കണം. അപ്പോൾ ആ 6 മാസം നടക്കാൻ ഡേറ്റായി. സുന്ദരന് പെണ്ണ് കിട്ടുന്നില്ല. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. അങ്ങനെ വീട്ടുകാർ പറയാണ് ഒരുമിച്ച് സുന്ദരൻ ഈ കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് SSLC പാസ്സായൊരു പെണ്ണ് തോന്നുന്നു. അപ്പൊ അമ്മ ഞങ്ങൾക്കെന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അമ്മക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇനീഷ്യൽ പോലും തെറ്റിയത്. അപ്പോൾ നമുക്ക് പിന്നെ പാരമ്പര്യമായിട്ട് പിന്നെ ആ വിദ്യാഭ്യാസം മേഖലയിൽ നമ്മളെല്ലാം കടന്നുപോയി. അതെ ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതാണ് സുന്ദരന്റെ പെണ്ണന്വേഷണം. അതായത് എന്താ പറയാ, ഈ വർക്ക് ചെയ്തവന്റെ ഇടയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് രാത്രി വൈകുന്നേരം എപ്പോഴാണ് പോകുന്നത്. അതല്ല, അത് ഏട്ടന്റെ കല്യാണം ഉറപ്പിച്ച് കത്തടിക്കാൻ കൊടുത്തു. അന്ന് നാളെ കിട്ടും. അപ്പോഴെ തലേന്ന് രാത്രി വൈകിട്ട് ഒരാൾ വരുന്നത് നമ്മളെ ഷോപ്പിൽ വരികയാണ്. ഷോപ്പിൽ വന്നിട്ട് സുന്ദർ അങ്ങനെ ഒരു പെണ്ണുണ്ട്, നമ്മൾ പോയി വെക്കാൻ. ഞാൻ എന്നാൽ പോയി വെക്കാന്ന്. കാരണം ഞാൻ ഷർട്ടിടാ ടൗണിൽ വരെ പോണ ആളാണ്. അപ്പോൾ അങ്ങനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഷർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ നമ്മളാ വേഷത്തിൽ തന്നെ പണീൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ കടന്നു പോകും. അപ്പോൾ രാത്രിയെ പോയി കണ്ടേ ഒരു 7 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയ മിന്നിങ് ലൈറ്റിൻ്റെ ഒരു ബൾബാണ്, കാരണം ഡാർക്ക് ബൾബ് ഒന്നല്ല. അപ്പോൾ ആദ്യം പെണ്ണിന് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ചായ കൊണ്ട് തരുന്ന സമയത്ത്
അവന് നുണക്കുഴി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ചിരിക്കാനുള്ള ഒരു ഇതുണ്ട്, നമുക്ക് ആവശ്യം അതാണ്, കാരണം സ്നേഹമാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുന്ദരന്റെ വിവാഹം വളരെ ആകസ്മികമായിട്ട് നടക്കുന്നു അല്ലേ. വിനീതയെ കല്യാണം കഴിക്കുന്നു, SLC പാസ്സായ ഒരു പെൺകുട്ടിയെ കിട്ടുന്നു, വിനീത ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. 28 ദിവസം കൊണ്ട് കല്യാണം, 28 ദിവസം കൊണ്ട് കല്യാണം ഒക്കെ റെഡി തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരൻ എങ്ങനെയാണ് ഒരു പ്രവർത്തകൻ ശരിക്കും പത്രത്തിലേക്ക് വരുന്നത്? പരസ്യം പിടിച്ചുകൊണ്ടാണ് അല്ലേ. പരസ്യം പിടിച്ചുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഏജൻസി എടുത്തുകൊണ്ടൊക്കെ കേരളമുദ്രയ്ക്ക് വരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഒരു ലേഖകനായി എഴുത്തുകാരനായിട്ടൊക്കെ സുന്ദരൻ മാറുന്നത്. ഈ ശരിക്കും ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരു പത്രപ്രവർത്തകന്റെ എഴുത്താണ് ഇതിലുള്ളത്. വസ്തുതകൾ മാത്രം പറയാ, സത്യങ്ങൾ മാത്രം പറയാ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ആ ഒരു പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നതും അതെങ്ങനെയായിരുന്നു? പെട്ടെന്ന് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു? അതൊരു പിന്നെ നമ്മൾ മുരളി എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മളെ സഹായിക്കുന്നത്. 1500 രൂപ തന്നിട്ട് നമ്മുടെ പത്രത്തിന്റെ ഏജൻസി എടുക്കാൻ പറഞ്ഞു. അത് അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അവനെ കൊണ്ട് ഞാൻ ഏജൻസി എടുത്ത് കേരളാവിൻ്റെ പത്രം കിട്ടായിട്ട് നമുക്കൊരു സൈക്കിൾ ഷാപ്പിൽ പോകുന്ന സൈക്കിൾ ഷാപ്പിൽ ഒരു പത്രം കിട്ടാൻ വേണ്ടി നമുക്കൊരു ഏജൻസി വേണം. നീ ഏജൻസി എടുത്ത് ഞാൻ പത്രം ഇട്ടോളാന്ന് പറയാം. അപ്പം തന്നെ എനിക്ക് സൈക്കിൾ ഷാപ്പുണ്ട്, പിന്നെ മരക്കച്ചവടമുണ്ട്, പിന്നെ പഴയ സാധനം എടുക്കുന്ന പരിപാടിയുണ്ട്, ഹോട്ടലുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ചെയ്തോളാണ്. അപ്പോൾ അവൻ അകത്ത് കയറിയിട്ട് കേരളാവിൻ്റെ ഓഫീസിൽ പോയിട്ട് എൻ്റെ പേരിലാണ് ഏജൻസി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തെന്താ? അല്ല, അവിടെ നിന്ന് നമ്മള് പത്ര ഏജൻസിയായിട്ട് കടന്നു പത്രവിതരണം. അതെ. പിന്നെ നമ്മുടെ ഇവിടുന്ന് പൂവാട്ടോർമ്മിൽ എത്തിയാണ് സൈക്കിൾ ഷോപ്പ്. ആ സൈക്കിൾ ഷോപ്പ് അവിടെ എത്തി പിന്നെ പെരുവയിലെത്തി. ആ സമയത്താണ് നമ്മളെ ഈ അസുഖം കൂടുതൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ വീട്ടുകാരെ അറിയിക്കാതെ, ഒരു കുട്ടീനെ അറിയിക്കാതെ, ഞാൻ എൻ്റെ ഡയറി മാത്രം അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞാൻ പോരുക. ആ സൈക്കിൾ ഷോപ്പ് വെറും മൊത്തം 6000 രൂപയ്ക്ക് കൊടുത്തു. അല്ല, വൈറ്റ് ഫീൽഡിലൊക്കെ പോണ്. അതിനിടയ്ക്ക് ഈ സൈക്കിൾ ഷോപ്പിന് മൊത്തം സാധനം കൊണ്ടുവന്ന് 6000 രൂപ. അതേ പാലായി വെച്ചിട്ട് അവിടെ. എന്നിട്ടാണ് ഈ പത്രപ്രവർത്തന ജീവിതം സീരിയസ് ആയി എടുക്കുന്നത്. അല്ല, അങ്ങനെ പാലായി സൈക്കിൾ ഷോപ്പിൽ എത്തി. അവിടെ നിന്നാണ് നമ്മൾ 6000 രൂപ കൊടുത്തിട്ട് ഒഴിവാക്കുന്നത്. അത് ഒഴിവാക്കാൻ തന്നെ അവിടെ തന്നെ ഒഴിവാക്കി കൊണ്ടുവരും. എന്താ ഇവിടെ ഒഴിവാക്കാൻ? കാരണം ഇത് ആരും അറിയുന്നില്ല, എൻ്റെ അസുഖം വീട്ടുകാർ പോലും അറിയുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യം വളയനാട് അമ്മേൻ്റെ സപ്ലിമെൻ്റ് ആക്കുന്നത്. ഈ അമ്മ തന്നെയാണ്, വളയനാട് അമ്മയാണ് യഥാർത്ഥത്തിൽ ഒരു പത്രപ്രവർത്തകനാക്കുന്നത് അല്ലേ, ഒരു സപ്ലിമെന്റിലൂടെ. അതുകൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ടല്ലോ, അവരെ നമ്മുടെ കാട് വെട്ടാൻ വേണ്ടി സൈക്കിൾ ഷോപ്പിലെ തടഞ്ഞതൊക്കെ. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ മരങ്ങളെ സംരക്ഷിച്ചത് കൂടി അല്ലേ സുന്ദരന്റെ ഒരു പ്രവർത്തനമാണ്. മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ഈ കോട്ടയിൽ മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ട് ആരോ വരുന്നു, അപ്പോ അതിന്റെ ഇടയിൽ ഇടപെടുന്നു, വാർത്ത വരുന്നു. ആ വാർത്തകളൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു പത്രലേഖകനായി മാറുകയാണ് അല്ലേ. 1-ാം പേജിൽ വരെ വാർത്തകളുണ്ട്. 1-ാം പേജിൽ വന്ന വാർത്ത, ഇതിലെ ഏറ്റവും എന്നെ ആകർഷിച്ച വാർത്ത എന്ന് പറയുന്നത് ചിതയിൽ ചാടി വളർത്തുനായ മരിക്കുന്ന ഒരു സംഭവം അല്ലേ. അപ്പൊ ഇത്തരം വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു സംഭവം, അങ്ങനെ ഈ വാർത്തകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം എനിക്ക് തോന്നുന്നു സുന്ദരന്റെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടാണ് തോന്നുന്നല്ലേ. അത് സാധാരണ നമ്മൾ നരിക്കുനി ഭാഗത്ത് കേരള കമ്മിറ്റിയുടെ വർക്കായിട്ട് പോകുന്ന സമയത്ത് ഏത് ഏജൻസിയും എടുത്ത് പോയാലും ഈ പാവപ്പെട്ട പിന്നോക്കക്കാരെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എടുക്കാൻ ഞാൻ പറയും. അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു അജൻസ് മരിച്ചിട്ടുണ്ടെന്ന്. അവൻ അജൻസ് ആരും എന്നാൽ അവിടെ പോകണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ താഴെ കിടന്നുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടും വാർത്ത എടുക്കാൻ നമ്മൾ പഠിക്കും. അങ്ങനെ ആരും കാണാതെ അവിടെ മറ്റുള്ള പത്രങ്ങളിൽ ബ്യൂറോ ഉണ്ട്. പക്ഷെ ഓര് കണ്ടെത്താത്ത ഒരു സാധനം ഞാനത് വാർത്തയാക്കി മാറ്റാം. അങ്ങനെയാണ് ശരിക്കൊരു ജനകീയ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ശരിക്കും എനിക്കൊന്ന് തുടക്കം കുറിച്ചത് സുന്ദരനാണ്. കാരണം കേരളമുദ്രയുടെ പശ്ചാത്തലത്തിൽ, കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വാർത്ത എടുക്കുക. സാധാരണ ചരമ വാർത്തയൊക്കെ പത്ര ഓഫീസിൽ കൊണ്ട് തരികയായി. അതിന് പകരം അത് അന്വേഷിച്ച് ആ വീട്ടിൽ പോയി അപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഈ ചിതയിൽ ചാടി വളർത്തുനായ മരിക്കുന്ന സംഭവം, പിന്നെ മറ്റൊന്നുണ്ടല്ലോ ജീവിതത്തോട് ഒരുപാട് പ്രതിസന്ധികൾ, ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സംഭവം, പ്രായം ചെന്നൊരു സ്ത്രീ. അല്ല, അതിനെക്കാട്ടും വലിയൊരു സംഭവമാണ് ഇത്. നമ്മളെ അപകടങ്ങളെ അതിജീവിച്ച അയമ്പാട്ടി യാത്ര. അത് നമ്മളെ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു പാർട്ടിയൊന്നും അവരെ അറിയില്ല. അവരെ 3 പ്രാവശ്യം പാമ്പ് കടിച്ചയാളെ മരത്തുനിന്ന് കൊണ്ട് വീണിക്കണത്. അത് കഴിഞ്ഞിട്ട് ആള് 112-ാം വയസ്സിൽ മരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സാധനം അവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് ഫ്രണ്ട് പേജിലെ വാർത്ത.
അല്ല, ഇതിന്നൊക്കെ തെളിയുന്നൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോ നിയോഗങ്ങളുണ്ട്. കാരണം എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്. അപ്പൊ സുന്ദരനെ സംബന്ധിച്ചിടത്തോളം സുന്ദരന്റെ ജീവിതം സാർത്ഥകമാകുന്നത്, സുന്ദരന് വേണമെങ്കിൽ ഒരു രോഗബാധിതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവശ രീതിയിൽ ജീവിതം ആ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടായിരുന്നു. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ദേവിയുടെ ഈ നടയിൽ സംസാരിക്കുമ്പോൾ വളയനാട് അമ്മയുടെ അനുഗ്രഹം മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയമായ ഒരുപാട് ബന്ധങ്ങൾ അല്ലേ, AKB നായരുമായിട്ടുള്ള ബന്ധം, പിന്നെ നമ്മുടെ ഈ ചിദാനന്ദപുരി സ്വാമി അല്ലേ, ചിദാനന്ദപുരി സ്വാമിയായിട്ടുള്ള ബന്ധം. ചിദാനന്ദപുരിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് പോകുന്നത് സുന്ദരൻ്റെ കൂടെയാണ്. AKB നായരുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആധ്യാത്മിക നേതാക്കന്മാരായിട്ടുള്ള ഒരു ബന്ധം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഒരു ധന്യ നിമിഷങ്ങളായി. അത് നമ്മളെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നത് സുന്ദരന് പൂർണ്ണ ജന്മ സുഹൃത്തുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം നമ്മൾ 45 വയസ്സിലെ അച്ഛൻ്റെ കണ്ടെത്തുന്നത്. അല്ല, അത് വളരെ ഒരു സസ്പെൻസിലാണ് ഇതിൽ വരുന്നത്. കാരണം തുടക്കത്തിലൊന്നും സുന്ദരൻ അച്ഛനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മളത് അനുഭവിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സുന്ദരന്റെ ജീവിതത്തിൽ അമ്മ വളരെ എന്താ പറയുക നിർണായക സ്വാധീനം ചെലുത്തുന്നു. പെട്ടെന്നാണ് അച്ഛനെ കുറിച്ചുള്ള ഒരു ബോധം വരുന്നത്. അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിലാണ് കല്യാണ കഥ അറിയിക്കുന്നത് അല്ലേ. പക്ഷെ അച്ഛൻ ജീവിതത്തിനോട് അച്ഛനെ കണ്ടെത്തുന്നു. ആ അച്ഛനെ കണ്ടെത്തുമ്പോൾ അച്ഛനോടുള്ള, അപ്പോഴും സുന്ദരന് പ്രത്യേക ഒരു അച്ഛനോടുള്ള ഒരു വിരോധമോ, കാരണം ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയ അച്ഛനോടുള്ള വിരോധമൊന്നും തോന്നുന്നില്ല അല്ലേ. അച്ഛനെ കണ്ട വഴിക്ക് നമ്മളെ ഒരു അച്ഛനൊരു ചുമര ചാരി നിൽക്കാൻ വേണ്ടി ഒരു പടം ഞാൻ അച്ഛൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഒരു ഫോട്ടോ എടുത്ത് എന്നാൽ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ വീട്ടിൽ പോകുന്നു. പിന്നെ അവിടുന്ന് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലേ, കലശം എടുക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജീവിതത്തിൽ ആരോടും വിരോധമില്ല, കന്മഷമില്ല. അപ്പൊ അതാണ് സുന്ദരന്റെ ജീവിതം ഇത്രയും സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്നത്. മനസ്സിൽ ആരോടും വിദ്വേഷം വെക്കുന്നില്ല, ആരോടും ശത്രുത വെക്കുന്നില്ല. അതിന് സമയമില്ല. അതാണ് ഞാൻ ഈ വയസ്സിൽ ഞാൻ എന്തൊക്കെ പണി ചെയ്തെന്ന് എനിക്ക് പോലും അറിയാം. അപ്പൊ എനിക്ക് വയസ്സ് എത്രയെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സുന്ദരൻ പണിയെടുത്ത അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ജോലികൾ, ഈ വയറ്റത്തടിച്ച് പാട്ടുപാടുക എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം സുന്ദരൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുന്നു അല്ലേ. സൈക്കിളിന്റെ ചക്രം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് ഒരു മരത്തിന്റെ ഓട്ടയിന്റെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് കണ്ടുപിടിച്ച, പണ്ട് മറ്റേ ഏകലവ്യനൊക്കെ അല്ലെ അസ്ത്രവിദ്യ കണ്ടുപിടിച്ച പോലെയാണ് സുന്ദരൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളരെ സൂത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയ്ത സുന്ദരൻ ജീവിതത്തിൽ അവസാനം ഇവിടം വരെ എത്തി. സുന്ദരൻ ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇത്രയും കാലത്തിനിടയ്ക്ക് ജീവിതം എന്നെ എന്താണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ സുന്ദരൻ്റെ ഉത്തരം എന്താണ്? ജീവിതം നമ്മളെ പോലെ ഒരാളും വളരുന്നില്ല. പുതിയ തലമുറയിൽ ആരും എത്രയോ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ജീവിതം ഉണ്ട്. എല്ലാവരും അവിടെ വീട്ടിൽ ഒതുങ്ങിക്കൂല. പണി എല്ലാവർക്കും പണിയുണ്ട്. എന്ത് പണിയെടുക്കാൻ ഇറങ്ങിച്ചെന്നാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ആർക്കും ഒന്നും ഇവിടെ ഇല്ലാത്ത പ്രശ്നമില്ല. എന്തിനും ഉത്തരേന്ത്യയിൽ നിന്ന് ആൾ വരേണ്ട ആവശ്യം? ഇവിടെ ആൾ കുറവായിട്ട് വീട്ടിൽ കുത്തിരിക്കില്ല. സന്ദേശം കൊടുക്കുന്നത്. കാരണം ഇന്നെ പോലെ ഒരു കഴിവില്ലാത്ത വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇങ്ങനെ എത്തിപ്പെടാമെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്ന് നിന്ന് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ ടെക്നിക്ക് വെച്ചോ മറ്റേ പത്രത്തിൽ എഴുതി കൊടുക്കണ്ടേ. ഇന്ന് മൊബൈൽ വഴിയല്ലല്ലോ. അല്ല, ഇത് സുന്ദരൻ പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഈ സംഭവം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളകൗമുദിയിൽ ഒരു മീറ്റിംഗിൽ സുന്ദരൻ പങ്കെടുക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നു MBA ബിരുദധാരികൾ ഉൾപ്പെടെയുള്ള ഉന്നത എന്താ പറയാ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുടെ മീറ്റിംഗിൽ സുന്ദരൻ പങ്കെടുത്തുകൊണ്ട് പറയുകയാണ്, ഈ 9ാം ക്ലാസ് മാത്രം പഠിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാനുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസം നല്ല പ്രധാനം. നമ്മൾ മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇന്നൊരു കാര്യം ചെയ്യണം, എന്നാൽ ലോകം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കും. അതാണ് സുന്ദരൻ ഈ പുസ്തകത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ജേർണലിസം കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ആദ്യം നിന്റെ കൂടിയാവില്ല. അല്ല, ഒന്ന് സുന്ദരൻ എഴുതിയ ഇത്രയും വ്യത്യസ്തങ്ങളായ വാർത്തകൾ, അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തങ്ങളായ വാർത്തകൾ ഒരു പക്ഷേ ഒരു നല്ല ജേർണലിസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വയറ്റത്തടിച്ച് പാട്ടുപാടിയ ഒരു കുട്ടിയിൽ നിന്ന് സുന്ദരൻ്റെ ജീവിത യാത്ര ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു ചെന്ന് പോരുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ജീവിതത്തോട് പടവെട്ടുന്ന മനുഷ്യർക്കൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രതീകമാണ് സുന്ദരൻ എന്ന് ഈ പുസ്തകം നമ്മളെ തെളിയിക്കുകയാണ്. അച്ഛനില്ലാന്ന് വിചാരിച്ച് അമ്മ നമ്മളെ പോറ്റി വിചാരിച്ച് ഒരു കുട്ടികൾ ചീത്തയാവരുത്. അല്ല, അത് ഏറ്റവും പ്രധാനമാണ്. പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 2 സ്ത്രീകൾ, ഒന്ന് അമ്മയും ഭാര്യയും അല്ലേ. അമ്മ സീത എന്ന് പേരായ അമ്മ, വിനീത എന്ന് പേരായ ഭാര്യ, ഈ 2 പേര് സുന്ദരന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായ കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതിൽ നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു ഭാഗം സുന്ദരന്റെ അവസാനത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഇല്ലാതായാൽ അവളെങ്ങനെ ജീവിക്കുമെന്നും
അവളില്ലാതായാൽ ഞാനെങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടത്തിലേക്കാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാതെ ദീർഘകാലം നിങ്ങൾ രണ്ടുപേരും ജീവിതത്തോട് പടവെട്ടി മറ്റു മനുഷ്യർക്കൊരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്.